മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നയിക്കുന്ന മഹായുതി സഖ്യത്തിന് വമ്പൻ വിജയമുണ്ടാകും. വോട്ടുകൾ തൂത്തുവാരും എന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ടുഡേസ് ചാണക്യ ആണ് പ്രവചനം നടത്തിയിരിക്കുന്നത്. കൂടാതെ മഹാരാഷ്ട്രയിൽ ഭരണകക്ഷിയായ മഹായുതിക്ക് വൻ വിജയം ലഭിക്കുമെന്നും ആക്സിസ് മൈ ഇന്ത്യയും പ്രവചിക്കുന്നുണ്ട്. ടുഡേസ് ചാണക്യ എക്സിറ്റ് പോൾ പ്രവചന പ്രകാരം 288 അംഗസഭയിൽ 175 മുതൽ 186 സീറ്റുകൾ വരെ നേടാനാകുമെന്നാണ് സർവേയിൽ പ്രവചിക്കുന്നത്. കോൺഗ്രസ് നയിക്കുന്ന MVA സഖ്യത്തിന് 2019 അപേക്ഷിച്ച് 6 സീറ്റുകളാണ് സർവേ അധികമായി പ്രവചിക്കുന്നത്. 110 മുതൽ 111 സീറ്റുകൾ വരെയാണ് പ്രവചനമുണ്ടായിരിക്കുന്നത്. മറ്റു പാർട്ടികൾക്ക് 113 മുതൽ 18 സീറ്റുകൾ വരെ ലഭിച്ചേക്കുമെന്നും സർവേ പറയുന്നു. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളും ബി.ജെ.പിക്ക് തന്നെയാണ് സാധ്യത പ്രവചിക്കുന്നത്. 178 മുതൽ 200 സീറ്റുകൾ വരെയാണ് NDAക്ക് സാധ്യത കൽപ്പിക്കുന്നത്. മഹാവികാസ് അഘാടി സഖ്യം 37% വോട്ട് വിഹിതത്തോടെ 82 മുതൽ 102 സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. മറ്റു പാർട്ടികളാകട്ടെ 6 മുതൽ 12 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. അതേസമയം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ മുൻതൂക്കം പ്രവചിച്ചതോടെ മഹായുതി ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. 288 സീറ്റിൽ 147 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 105 സീറ്റുകളായിരുന്നു തനിച്ച് നേടാൻ സാധിച്ചത്. ഇത്തവണ MVAയുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനുള്ള സാധ്യതയും ചില എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ മഹാരാഷ്ട്രയിൽ ചെറുകക്ഷികൾ ഏറെ നിർണായകമാകും. കുതിരക്കച്ചവടത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. മാർത്വാഡ, വിദർഭ മേഖലകളിൽ മഹായുതിക്ക് വലിയ നേട്ടമാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചത്. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 കാർഷിക മേഖലയിൽ സഖ്യം മോശം പ്രകടനമാണ് രേഖപ്പെടുത്തിയതും. 46 സീറ്റുകളുള്ള മാർത്വാഡ മേഖലയിൽ 45% വോട്ട് വിഹിതമുള്ള മഹായുതിക്ക് 30 സീറ്റുകളും മഹാവികാസ് അഘാഡിക്ക് 15 സീറ്റുകളും 38% വോട്ടുകളും മറ്റുള്ളവർക്ക് വിഭാഗത്തിന് 12 എന്നിങ്ങനെയാണ് എക്സിറ്റ് പോൾ സർവേ പ്രവചിച്ചത്. 36 സീറ്റുകളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുംബൈ മേഖലയിൽ ആക്സിസ് മൈ ഇന്ത്യ മഹായുതിക്ക് 22 സീറ്റുകളും MVAക്ക് 14 സീറ്റുകളും മറ്റുള്ളവർക്ക് 1 പ്രവചിച്ചത്. എന്നിരുന്നാലും 2 പ്രധാന സഖ്യങ്ങൾ തമ്മിലുള്ള വോട്ട് വിഹിതം നിലവിലെ ഭരണത്തിന് 45%വും പ്രതിപക്ഷത്തിന് 43%ആയിരിക്കുമെന്നും പ്രവചിക്കുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ മഹായുതിക്ക് വൻ വിജയം പ്രഖ്യാപിച്ചപ്പോൾ ജാർഖണ്ഡിലെ കോൺഗ്രസ് JMM സഖ്യത്തിന് 81 മുതൽ 49 മുതൽ 59 വരെ സീറ്റുകൾ നേടി വിജയിച്ച് ഏക സർവേയിൽ ആക്സിസ് മൈ ഇന്ത്യ ആയിരുന്നു ബി.ജെ.പി. നയിക്കുന്നത്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് മറ്റുള്ളവർക്ക് 3 സീറ്റുകൾ പ്രവചിക്കുന്നു. കൂടാതെ പീപ്പിൾസ് പൾസ് നടത്തിയ എക്സിറ്റ് പോൾ സർവേയിൽ NDAയുടെ മഹായുതിക്ക് 175 മുതൽ 195 വരെ സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അതേസമയം മഹാരാഷ്ട്രയിൽ MVAക്ക് 85 മുതൽ 112 സീറ്റുകളും മറ്റുള്ളവർക്ക് 7 മുതൽ 12 വരെ സീറ്റുകളും നൽകിയിട്ടുണ്ട്. JVC ടൈംസ് നൗ എക്സിറ്റ് പോൾ ബി.ജെ.പി. നേതൃത്വത്തിലുള്ള സഖ്യത്തിന് മൊത്തം 159 സീറ്റുകളും MVAക്ക് 116 സീറ്റുകളും നൽകിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് 13. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ PMark നടത്തിയ മറ്റൊരു എക്സിറ്റ് പോൾ സർവേയിൽ NDAക്ക് ആകെ 137 മുതൽ 157 സീറ്റുകൾ, ഇന്ത്യ ബ്ലോക്കിന്റെ MVAക്കാകട്ടെ 126 മുതൽ 146 സീറ്റുകളും നൽകുമ്പോൾ മറ്റുള്ളവർക്ക് 2 മുതൽ 8 വരെ സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. മറുവശത്ത് ഇലക്ട്രൽ എഡ്ജ് നടത്തിയ സർവേയിൽ MVAക്ക് 150 സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കുന്നുണ്ട്. അതേസമയം ബി.ജെ.പി. നയിക്കുന്ന മഹായുതിക്കാകട്ടെ 121 സീറ്റുകളും മഹാരാഷ്ട്രയിൽ മറ്റുള്ളവർക്ക് 20 സീറ്റുകളും നൽകുന്നു. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് MVA ഉണ്ടായത്. ഇക്കുറി മഹാരാഷ്ട്ര തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നതും. മഹാരാഷ്ട്രയിൽ പുറത്തുവന്ന എക്സിറ്റ് പോളുകളെ ഗൗനിക്കുന്നില്ല എന്നും മഹാവികാസ് അഘാഡി കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റ് വാങ്ങി അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. ഭരണത്തിന് എതിരായ ജനവികാരത്തെ വിലയ്ക്ക് വാങ്ങാൻ പണക്കൊഴുപ്പിന് കഴിയില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നതെന്നും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല പറഞ്ഞു. NCPയും ശിവസേനയും പിളർന്ന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളെ സംബന്ധിച്ചും തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.